അങ്ങനെ ഞങ്ങളിവിടെ പട്ടയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ വന്ന് ഞങ്ങൾ ലാൻഡ് ചെയ്തു. കണ്ടോ, പട്ടയ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. പഴയതുപോലെ പട്ടയ സജീവമല്ല. അങ്ങനെ ഇവിടെ പട്ടയ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുക ഞങ്ങൾ. ഇത് ഫ്രണ്ടിൽ ഉള്ള ഏരിയയാണ് ഈ കാണുന്നത്. ഒരുപാട് തരത്തിലുള്ള ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ വരുന്നുണ്ടോ. പല കൺട്രീസിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ നമുക്കിവിടെ കാണാം. ഫ്രണ്ടിൽ തന്നെ ഒരു ആനയുടെ വലിയൊരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ആനയുടെ സ്റ്റാച്ചു കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ പണ്ടൊക്കെ ഈ വൈക്കോൽ വെച്ചിട്ട് ഉള്ള ചെറിയ ഹട്ടുകൾ പോലെ കാണുന്ന പോലെ, വൈക്കോലല്ല വേറെന്തോ മെറ്റീരിയലാണെന്ന് തോന്നുന്നു. കണ്ടോ, അങ്ങനെയുള്ള ഒരു പ്രത്യേക ഓലയാണ് കാണുന്നത്. അങ്ങനെയുള്ള ഓല വെച്ചിട്ടുള്ള ചെറിയ ഹട്ട് പോലെ ഉള്ളൊരു ഭാഗമാണ് എൻട്രൻസ്. ഇവിടെ നമുക്ക് ഗൈഡ് കുറച്ച് സ്റ്റിക്കറുകളൊക്കെ എൻട്രൻസിലേക്ക് ഒട്ടിച്ചു തരും. ഇവിടെ ബുദ്ധയുടെ പലതരത്തിലുള്ള സ്റ്റാച്യൂസ് നമുക്ക് ഫ്രണ്ടിൽ കാണാം. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് പഴയ ഒരു കെട്ടിടം, ഒരു കളർഫുൾ അല്ല, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കെട്ടിടം പോലെ കാണുന്നത്. ഇവിടെ ചെറിയ ബോട്ട് ഉണ്ട് കേട്ടോ. ഈ ബോട്ടിൽ നമ്മുടെ ക്യൂ നിൽക്കുകയാണ്. ഇവിടുത്തെ ക്യൂവിൽ കയറി നിന്നിട്ട് വേണം, ഈ വെള്ളത്തിലൂടെയാണ് നമുക്ക് ഫ്ലോട്ടിംഗ് ഏരിയയിലൂടെ കടന്നു പോയിട്ട് വേണം മാർക്കറ്റിന്റെ മറ്റൊരു ഭാഗത്ത് എത്തിച്ചേരാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതേ കടന്നും ബോട്ടിലേക്ക് കയറാൻ പോയി കേട്ടോ. ഈ ബോട്ട് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന തരത്തിൽ നമുക്ക് തോന്നും. അതുപോലെയാണ് വെള്ളമൊക്കെ ഉണ്ട്. ഹലോ. ഇത് ബോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ വഞ്ചിക്കാരൻ തുഴഞ്ഞു പോകുന്ന ഒരു വഞ്ചി പോലെ ഒരു സംവിധാനം തന്നെയാണ് ബോട്ട് എന്ന് പറഞ്ഞാൽ. ഇത് കണ്ടോ, പഴയ കെട്ടിടങ്ങൾ പോലെ നമ്മൾ കാണുന്ന നോക്കി ഒരു ഭംഗിയില്ലാത്ത പോലെ തോന്നും, ഒരു കളർഫുൾ അല്ല. ഇത് നേരത്തെയൊക്കെ വളരെ കളർഫുൾ ആയിട്ടാണ് കണ്ടിരുന്നത് ഇതാണ് കേട്ടോ. ഇപ്പോൾ വളരെ നമുക്ക് അതിന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും 2018 വെള്ളം കയറി നമുക്ക് തോന്നും. അതുപോലൊരു ഏരിയ ആയിട്ടാണ് കാണുന്നത്. കണ്ടോ, ഇത് നമുക്കങ്ങനെ പോയിക്കൊണ്ട് കുറച്ച് ഏരിയ അങ്ങനെ പോകാൻ കിട്ടും. വെള്ളത്തിലൂടെ നമുക്കിങ്ങനെ പോയി ഒരു സൈഡിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് ഇത് മാർക്കറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് മാർക്കറ്റിന്റെ അകത്തേക്ക് കയറാൻ പറ്റുന്ന ഒരു ഏരിയ. എവിടെ വീട്? എന്റെ വീട് ചേരാനല്ലൂരായിരുന്നു. ഇതുണ്ട്, വേറെ പല ബോട്ടുകൾ ഇങ്ങനെ എതിർവശത്തേക്ക് വരുന്നത് നമുക്ക് കാണാം കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും, കളർഫുൾ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെ, കാരണം നിറമൊക്കെ വളരെ മങ്ങി. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഒരുപാട് കച്ചവടക്കാരെയും കടകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതൊരു പാലമാണ്. കാരണം പാലത്തിലൂടെ ഈ വെള്ളത്തിൻ്റെ മുകളിലൂടെയാണ് ഈ പാലം കൊടുത്തിരിക്കുന്നത്. പഴയ കാളവണ്ടി ചക്രം പോലെ കുറേ ചക്രങ്ങളൊക്കെ സൈഡിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഇത് ചെറിയ പാലമാണ് കേട്ടോ. ഇവിടെ അങ്ങനെ വെള്ളത്തിലൂടെ കണ്ട സൈഡിലൊക്കെ ഒരുപാട് കടകളുണ്ട്. നല്ല ചൂട് സമയമുണ്ട്. ഞങ്ങൾ പോയ സമയം നല്ല ചൂടാണ്. ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ല ചൂട് തന്നെയാണെന്ന് പറയാം നമുക്ക്. ഇവിടെയൊക്കെ ഫാൻ ടൂണ്ടിലൊക്കെ ചെറിയ കച്ചവടക്കാരൊക്കെ ഇരിക്കുന്ന കാണാം. ചെറിയ തട്ടുകടകൾ പോലുള്ള കടകൾ കാണാം. നോക്കി കഴിഞ്ഞാൽ വലിയ ഷെഡുകളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ. ചുറ്റും നല്ല ചെടികളൊക്കെ വെച്ച് മനോഹരമാക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ട്. കണ്ടോ, വെള്ളത്തിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ചെറിയ തട്ടുകട പോലെ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന ചെറിയ കടകളൊക്കെ ഉണ്ടോ. ഈ വെള്ളത്തിൽ നിന്നുള്ളൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴുകിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. ഇത് വേറെ ബോട്ട് വരുന്നുണ്ടോ. ഇതിനേക്കാൾ വെള്ളത്തിൽ മുങ്ങി തൊട്ട് നിൽക്കുന്ന രീതിയിലുള്ള ബോട്ടാണ് നമ്മുടെ കേട്ടോ. അങ്ങനെ ഈ പാലമൊക്കെ കയറി കഴിയുമ്പോൾ കണ്ടത് പാല് വെള്ളം ചേർന്ന് നിൽക്കുന്ന പോലുള്ള ഏരിയയാണ് പലതും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇതാ നമുക്ക് ചെറിയൊരു ആർച്ച് പോലൊരു പാലം കൂടി ഉണ്ട്. ഇതിന്റെ അടിയിൽ കൂടിയാണ് നമ്മൾ ക്രോസ് ചെയ്ത് പോണത് കേട്ടോ. നമ്മുടെ വഞ്ചി അല്ലെങ്കിൽ ബോട്ട് നമ്മൾ ക്രോസ് ചെയ്താണ് പോണത്. ഇതുപോലെ പാലമൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏതൊക്കെ ഏരിയ ആണെന്ന് പഴയ ചില കുമ്പളങ്ങി പോലെ ചില ഏരിയകൾ പോലെ നമുക്ക് തോന്നും. കണ്ടോ, നമ്മുടെ നാട്ടിലെ ചില മാർക്കറ്റ് പോലെയൊക്കെ നമുക്ക് തോന്നും കണ്ടു കഴിയുമ്പോൾ. അതേ രീതിയിലാണ്. ഒട്ടും തന്നെ കളർഫുൾ അല്ല കേട്ടോ. എല്ലാം അതിന്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ വെള്ളം കയറിയ പോലുള്ളൊരു സ്ഥലം പോലെ കണ്ടാൽ തോന്നും. ചെറിയ ആർച്ച് പോലെ പാലമുണ്ട്. ഈ പാലത്തിന്റെ അടിയിലൂടെ നമ്മൾ കടന്നു വേണം പോകാനായിട്ട്. ഇത് കടന്ന് തൊട്ടപ്പുറത്തെ ഏരിയയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് അവിടെയാണ് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നടന്ന് ഈ മാർക്കറ്റിന്റെ അകത്തേക്ക് കയറി പോകാവുന്ന ഒരു സംവിധാനമാണ് അവിടെ ഒരുക്കിക്കുക. അപ്പൊ നമുക്ക് അങ്ങോട്ട് എത്തിയിട്ട് നമ്മുടെ മറ്റു കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. ഹലോ. അപ്പൊ ഇങ്ങോട്ട് മാറി കഴിയുമ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ തിരക്കുകളൊക്കെ നമുക്കിവിടെ കാണാം. ഇത് മാർക്കറ്റിനോട് ചേർന്നുള്ള ഭാഗമാണ് കേട്ടോ. നമുക്കിവിടെ ഒരു ജെട്ടി പോലുള്ള ഏരിയ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ ഇറങ്ങി അകത്തേക്ക് പോകുന്നൊരു ഭാഗം.
അപ്പൊ ഇവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് തിരക്കുകളൊക്കെ കാണാം, ഉള്ളിലേക്ക് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് എത്തിയിട്ട് കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് നമ്മുടെ ചേർന്നുള്ള ജെട്ടിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെയാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് പതുക്കെ ഇറങ്ങാം കേട്ടോ. ഇറങ്ങി അതിന് ശേഷം നമുക്ക് മുകളിലെ ചെറിയ പാലം കണ്ടോ, ഈ പാലത്തിലൂടെ മുകളിലേക്ക് കടന്ന് നമ്മൾ ഈ മാർക്കറ്റ് ഷോപ്പുകളുടെ അകത്തേക്ക് നമുക്ക് കയറാം. ചേട്ടാ കൂട്ടിയിടിക്കരുത് ചേട്ടാ. അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ. ഹായ് 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 ഹായ്. അപ്പൊ അതെ നമുക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ 2 ബോട്ടായിട്ടാണ് വന്നത് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന ഒരു ബോട്ടാണിത്. അവർ ആദ്യം ഇറങ്ങാൻ പോവുകയാണ്, നമ്മൾ ക്രോസ് ചെയ്തിട്ട് ഇറങ്ങും. അതെ, എനിക്ക് അങ്ങനെ നമ്മൾ ഇറങ്ങിയതാ പല രാജ്യങ്ങളുടെ കൊടിയാണെന്ന്, പതാകയാണ് കാണുന്നത്. കണ്ടോ, പല ഫ്ലാഗ് കണ്ടോ, പല രാജ്യങ്ങളുടെയാണെന്ന് തോന്നുന്നു. അകത്തേക്ക് ഇതാ നമ്മൾ മാർക്കറ്റിന്റെ അകത്തേക്ക് കയറി. ഇവിടെ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൻ്റെ അകത്ത് കയറി ചെറിയ പർച്ചേസൊക്കെ നടത്തിട്ടോ. അത്യാവശ്യം ചെറിയ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ നിന്ന് അങ്ങനെ നമ്മൾ വിശാലമായ ഇതിൻ്റെ സൈഡിലൂടെ നടക്കുകയാണ്. ഇങ്ങനെ ഇനി നമ്മൾ തിരിച്ചു പോകുന്നത് ഇതുപോലെ വഞ്ചിയിലും ബോട്ടിലൊന്നും കയറേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിനകത്ത് വാക്കിംഗ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. നമുക്ക് 2 തരത്തിലുള്ള ആരോ കൊടുത്തിട്ടുണ്ട് താഴെ, അത് കാണിക്കാൻ വിട്ടുപോയി. ഒരു പച്ച ആരവും കൊടുത്തിട്ടുണ്ട്, ചുവന്ന ആരവും കൊടുത്തിട്ടുണ്ട്. പച്ച ആരോ അകത്തേക്കുള്ളതാണ്, ചുവന്ന ആരോ പുറത്തേക്കുള്ളതാണ്. ഇതുണ്ട്, ഇതൊക്കെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ സോപ്പാണ്. നല്ല സുഗന്ധം പരത്തുന്ന സോപ്പുകളാണ് കേട്ടോ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, കാർവിങ് സോപ്പ് എന്ന് പറഞ്ഞിട്ട്. ഹാൻഡ് മെയ്ഡ് സോപ്പുകളാണ്. അതുപോലെ തന്നെ ചെറിയ തട്ടുകട പോലെ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്തോ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഉണ്ട് നമ്മുടെ കുമ്പളപ്പം പോലെ ഉണ്ട്, നമ്മുടെ നാട്ടിലെ കുമ്പളപ്പം പോലെ എന്തോ ഒരു ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ അടുത്തൊക്കെ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഈ വെള്ളം ഒരു മോശമായ വെള്ളമാണ് തോന്നുന്നത്. അതുകൊണ്ട് ഒരു അത്യാവശ്യം നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിൻ്റെ അടുത്താണ് ഈ കടകളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം നമുക്ക് കണ്ടത് വലിയ വൃത്തിയായിട്ടൊന്നും തോന്നില്ല. നല്ല ചൂടുമാണ് അതുകൂടി നടക്കാനായിട്ട്. ഈ സമയത്ത് നല്ല ചൂടുള്ള സമയത്താണ് നമ്മൾ പോയത് എന്നുള്ളത് കൊണ്ട് നല്ല ചൂടുണ്ട് ഇതിനകത്ത് കൂടി നടക്കാനായിട്ട്. അങ്ങനെ കൊച്ചു കുട്ടികൾക്കുള്ള ഉടുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കോട്ടൺ ഡ്രസ് മെറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കളക്ഷനൊക്കെ ഇവിടെ ഉണ്ട്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരുടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ചെറിയ പർച്ചേസൊക്കെ നടത്തി. അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ അവിടുന്ന് പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമത്തിൽ. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. അവരൊന്ന് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് വേണം പുറത്തേക്ക് ഇറക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ എക്സിറ്റിലേക്ക് കടന്നുണ്ടായി. എക്സിറ്റ് വഴിയായിട്ട് നടന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ശ്രമത്തിലാണ്. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ കിടക്കുമ്പോൾ ഒക്കെ നമ്മുടെ ചില ഫോട്ടോസൊക്കെ എടുത്ത് പുറത്ത് വിൽപ്പനയ്ക്കൊക്കെ തരും കേട്ടോ. ഹായ് പറയൂ. എനർജി ഇല്ല. ഹായ് പറയൂ. അങ്ങനെ വേണം. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് എക്സിറ്റിലൂടെ പുറത്തേക്ക് വന്ന് വീണ്ടും നമ്മൾ പുറപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ ഇവിടെ വന്നു ചേരുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ആദ്യം കണ്ട എൻട്രൻസിൽ തന്നെ നമ്മൾ വന്നു ചേരും. ഇവിടെയാണ് നമ്മുടെ വാഹനം, നമ്മുടെ ക്യാബ് വെയിറ്റ് ചെയ്യുന്നത്. അവിടേക്ക് നമ്മൾ പുറത്തേക്ക് കടന്നു വന്ന് എല്ലാവരും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ സ്പോട്ടിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പതുക്കെ നടന്ന് നമ്മുടെ വാഹനത്തിലേക്ക് കയറി വീണ്ടും നമ്മുടെ യാത്ര വീണ്ടും തുടരുന്നു. അപ്പോൾ അടുത്ത കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.